ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട വ്യത്യസ്ത സംഭവങ്ങളുടെ ഒരു ക്രോഡീകരണമാണ്. യേശു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശു പാപക്ഷമ നൽകുന്ന കാര്യം കാണാൻ കഴിയും. യേശു ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിന്റെ യഥാർത്ഥ മക്കൾ ആരാണ് എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറയുന്നു. അതിനേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിന്റെ പൂർവാസ്തിക്യത്തെക്കുറിച്ചുള്ള സന്ദേശവും ഈ അധ്യായത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് വിടുന്നത് കാണാൻ കഴിയും. ഇനി പാപം ചെയ്യരുത്. അതിനുശേഷം കർത്താവ് ജനത്തോട് പറയുന്ന ഒരു പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുക്രിസ്തു ആരാണ് എന്നുള്ളത്, യേശുക്രിസ്തു എന്തിന് ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് ആദ്യത്തെ ക്രിസ്ത്യാനികൾക്കും ആദ്യത്തെ യഹൂദന്മാർക്കും ആദ്യത്തെ ജാതീയ ആൾക്കാർക്കും ഭയങ്കര സംശയമായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് പോലും, ശിഷ്യന്മാർക്ക് പോലും യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സൂചനകൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. യേശു കർത്താവ് ഈ അധ്യായത്തിൽ 3 പ്രാവശ്യം ഒരു വാക്ക് ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. അത് ഞാൻ ആകുന്നു എന്നുള്ളതാണ്. ഞാൻ ആകുന്നു എന്ന് 3 പ്രാവശ്യം യേശുക്രിസ്തു ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഒരുപാട് തവണ ആ പ്രസ്താവന കാണാൻ കഴിയുമെങ്കിലും എൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച 3 പ്രസ്താവനകൾ. ഒന്നാമത്തെ കാര്യമാണ് നാം വായിച്ചത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിന് വെളിച്ചം നൽകുവാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് കർത്താവാണ്. കാരണം ഈ ലോകത്തിൽ ഭൗമിക ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ സൂര്യനെ സൃഷ്ടിച്ചതും വലിയ വെളിച്ചത്തെ നിർമ്മിച്ചതും ആ കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ഭൂമിക്ക് വെളിച്ചം കൊടുക്കുവാൻ ഞാൻ ഒരു ഗോളത്തെ നിർമ്മിച്ചു, അതുപോലെ ഈ സർവ്വലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ മറ്റാർക്കും പറ്റില്ല, അത് ഞാൻ തന്നെയാണ്. നസ്രായനായ യേശുക്രിസ്തുവാണ് ലോകത്തിന്റെ വെളിച്ചമായി. ഇരുട്ടിൽ നടന്നിരുന്ന ജനം വലിയൊരു വെളിച്ചം കാണുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനെ നോക്കുന്നവർ ആ ജീവന്റെ വെളിച്ചം, ആ നിത്യജീവന്റെ വെളിച്ചം, ആ സാക്ഷാൽ ദീപം കർത്താവിലാണ് എന്നുള്ളത് കർത്താവ് ഇവിടെ പറയുന്നത് കാണാൻ കഴിയും. രണ്ടാമതായി കർത്താവ് പറയുന്നത് 23-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന വ്യത്യസ്തമായ മറ്റൊരു കാര്യം കൂടെ കാണാൻ കഴിയും. കർത്താവ് പറയാണ്, അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. യേശു കർത്താവ് രണ്ടാമത് പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ഈ ലോകത്തിലെ യാതൊരു വ്യവസ്ഥതയ്ക്കും എന്നെ തടസ്സപ്പെടുത്തുവാനോ എന്നെ നിയന്ത്രിക്കുവാനോ കഴിയാതെ വണ്ണം ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ഈ ലോകത്തിൽ ജനിച്ച സർവ്വ മാനവജാതിയും ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്. പക്ഷേ യേശു കർത്താവ് പറയാണ്, ഞാൻ മേലിൽ നിന്നുള്ളവനാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, സ്വർഗീയനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്കറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേ സ്വർഗത്തിന്റെ എല്ലാ മണിമകുടമായിരുന്ന കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ കാരണം എന്നെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ്, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ടാണ്. ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറയുമ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ജഡാവതാരം എടുത്തു വന്നത് എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. 3-ാമത്തെ പ്രസ്താവന അതിനേക്കാട്ടിലും അല്പം കൂടെ ഗൗരവമുള്ള ഒരു പ്രസ്താവനയാണ്. 58-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല കർത്താവ് പറയുന്നത്.
അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിൽ ബിഫോർ ഏബ്രഹാം വാസ് ബോൺ ഐ ആം, ഞാൻ ആകുന്നു. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ആകുന്നു. ഇത് അന്നത്തെ യഹൂദന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു എന്നാണ് നാം വായിക്കുന്നത്. എന്താണ് കർത്താവ് പറഞ്ഞതിനർത്ഥം? അബ്രഹാം എൻ്റെ ദിവസം കണ്ടു ഉല്ലസിച്ചു. അബ്രഹാമിന് മുമ്പേ അയാം, അബ്രഹാമിന് മുമ്പേ ഞാനാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അണ്ടകടാഹം മുഴുവൻ നിർമ്മിക്കുന്നതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നത് പോലെ, നീ പർവ്വതങ്ങൾ ഉണ്ടായതിനും സമഭൂമണ്ഡലവും അതിനു മീതെ ഉണ്ടായിരുന്നതിനൊക്കെ മുമ്പ് അവ അനാദിയായി ശാശ്വതമായും ദൈവമായിരുന്നു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതെ, അനാദിയായി ശാശ്വതമായ ദൈവമായ യേശുക്രിസ്തു. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ അയാം, ഞാനുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം, യേശുക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് നിത്യതയിൽ ദൈവമായി വസിച്ചിരുന്നു എന്നുള്ള കാര്യം യേശുക്രിസ്തു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. യേശു ആരാണ്? ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു ആരാണ്? ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, മേലിനുള്ളവരാണ്. യേശു ആരാണ്? അബ്രഹാമിന് മുമ്പേ ഉണ്ട്, അബ്രഹാമിന് മുമ്പ് അയാം, അബ്രഹാമിന് മുമ്പ് ഞാൻ ആകുന്നു എന്നരുളി ചെയ്ത വലിയ ദൈവം. ഈ കർത്താവിനോട് നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും വിഷമങ്ങളും ഇറക്കി വെക്കാം. നമ്മെ സഹായിക്കുന്ന ഒരു തമ്പുരാൻ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൊണ്ട് നൽകിയോണ്ട് സ്തോത്രം. ഈ ദിവസം അങ്ങേക്ക് പ്രസാദമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ടുന്നവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.